ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം പുതിയൊരു അധ്യായത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പറയുന്ന വിഷയം, ചില നാളുകാർക്ക് വേണ്ടി കാരാഗ്രഹ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ആരും പോയി വീഴരുത്, പോകരുത്. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 2-3 ഗ്രഹങ്ങൾ രാശി മാറുന്ന സമയമാണെന്നുള്ള കാര്യം എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും അറിയാം. ശനി, രാഹു, അതുപോലെ തന്നെ വ്യാഴം, ഈ 3 ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ശനി മാറിക്കഴിഞ്ഞു. ഈ ശനിയുടെ മാറ്റം ചിലർക്ക് അഷ്ടമരാശിയിലേക്കാണ്, ചിലർക്ക് 12ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ ഈ ശനി ഇവർക്ക് ദോഷങ്ങളാണ് കൊടുക്കുവാൻ സാധ്യതയുള്ളത്. കൂടുതലും ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ വന്നു ചേരുകയില്ല എന്നുള്ളത് വിശ്വസിക്കാം. എങ്കിലും എല്ലാവരും ഗ്രഹനിലയൊന്നും നോക്കി ഇതൊക്കെ വ്യക്തമാക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമരാശിയിലാണ് ശനി നിൽക്കുന്നത്. ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. ശനിയും സൂര്യനും പരസ്പരം ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ശത്രുഗ്രഹം അഷ്ടമരാശിയിൽ വന്ന് നിൽക്കുന്നത് നല്ലതല്ല. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. അത് സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായി ജയിൽവാസമൊക്കെ ഉണ്ടാകാം. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഭാര്യയുമായിട്ടുള്ള വിഷയത്താൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജയിൽവാസം വരെ ഉണ്ടാകാം. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടം എന്നിങ്ങനെയുള്ള വിഷയങ്ങളാൽ ഭാരപ്പെടാം. കടം കൊണ്ട് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയും ഉണ്ടാകാം. ശത്രുത കൊണ്ട് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയും ജയിൽവാസം വരെ അനുഭവിക്കാം. അതുപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ ശനി വരുമ്പോൾ വീട് വിട്ട് മാറി താമസിക്കുക, മാതാവിന് പ്രതിസന്ധി, അതുപോലെ തന്നെ പിതാവിന് പ്രതിസന്ധി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം. അതോടൊപ്പം തന്നെ കാരാഗ്രഹ വാസവും ഉണ്ടാകാം. കാരാഗ്രഹ വാസം ഉണ്ടാകുന്നത് ശനിയും രാഹുവും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. 12ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ എണ്ണം കൂടിയാൽ തീർച്ചയായിട്ടും കാരാഗ്രഹ വാസം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ ഈ മീനമാസം ശനിയുണ്ട്, സൂര്യനുണ്ട്, അതുപോലെ തന്നെ ബുധൻ, 3 ഗ്രഹങ്ങൾ, അതുകൂടാതെ രാഹു, 4 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നു. ശനിയെ, ബുധനെ, രാഹു, സൂര്യൻ, 4 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ 4 പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് കഠിനമായ ദോഷത്തെ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ശനിയും രാഹുവും കൂടി ചേർന്നാൽ തീർച്ചയായിട്ടും കാരാഗ്രഹ വാസം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മേടക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും കാര്യത്തിലകപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഇവർക്ക് വീട് വിട്ട് മാറി താമസിക്കണമെന്നുള്ള ചിന്തയുണ്ടാകാം. അന്യദേശത്തേക്ക് പോകണമെന്നുള്ള, അല്ലെങ്കിൽ സകലതും ഇട്ടെറിഞ്ഞിട്ട് പോകണമെന്നുള്ള ചിന്തയുണ്ടാകാം. അങ്ങനെ പ്രശ്ന സങ്കീർണമായ ഒരു സമയമാണ് പലരെയും സ്വാധീനിക്കുന്നത്. എല്ലാവരെയും സ്വാധീനിക്കണമെന്നില്ല. ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങൾ ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ അവർക്കൊരു പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും നമ്മൾ മുൻകരുതലായിട്ട് ഇത് എടുക്കണം, സൂക്ഷിക്കണം. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പിഴച്ചു പോയാൽ അത് പിന്നെ കേൾക്കുന്ന എതിരാളിക്ക് അത് ഒരു ആയുധമായി കിട്ടിയാൽ അവർ കേസ് ഫയൽ ചെയ്താലോ? ഇപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയോടാണ് മോശമായി സംസാരിക്കുന്നതിൽ ആ സ്ത്രീ ഇന്ത്യൻ നിയമപ്രകാരം അത് തെറ്റാണെന്ന് സമർത്ഥിച്ചാൽ ശിക്ഷ അനുഭവിക്കണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ പ്രപഞ്ചത്തിലെ, പ്രകൃതിയിലെ രീതി എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണിപ്പോൾ. അത് മെയ് മാസം 18ാം തീയതി വരെ ഉണ്ടാകും. മെയ് മാസം 18-ന് രാഹു ശനിയെ വിട്ട് കുംഭൻ രാശിയിലേക്ക് അങ്ങ് പോകും. മെയ് മാസം 18ാം തീയതി വരെ അത് നിലനിൽക്കും. വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. മേടക്കൂറുകാർ ശ്രദ്ധിക്കണം, ചിങ്ങക്കൂറുകാരും ശ്രദ്ധിക്കണം. പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജയിൽവാസം അനുഭവിക്കാനുള്ള സാധ്യതയാണ്. കാരാഗ്രഹ വാതിൽ ഇവർക്കായി തുറന്നു കിടക്കുകയാണ്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അതിൽ പോയി അകപ്പെടരുത്, വീഴരുത് എന്നാണ് പറയാനുള്ളത്. വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് വേണം ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ. ഇപ്പം തന്നെ പലർക്കും ഈ ശനിയുടെ രാശിമാറ്റം വന്നപ്പോഴേ പലർക്കും വീട് വിട്ട് മാറി താമസിക്കണമെന്നുള്ള ചിന്ത അവരിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. സകലം ഇട്ടെറിഞ്ഞിട്ട് പോകണം, സ്വസ്ഥതയുള്ള ഒരു ദേശത്തേക്ക് പോകണം, അല്ലെങ്കിൽ സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കണം, മക്കളുമായിട്ട് ഒത്തുപോകാൻ മടി കാണിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുകയാണ്, വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കണം. ഇല്ലാത്ത പക്ഷം
പ്രശ്നങ്ങളിൽ ചെന്നകപ്പെട്ട് കാരാഗ്രഹവാസം വരെ, ലാസ്റ്റ് പോയിൻ്റാണ് കാരാഗ്രഹവാസം. അതിനുള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തീരാം, പക്ഷേ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിവ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയ്ക്കൊന്നും ഒത്തിരി വ്യൂവേഴ്സിനെ കിട്ടത്തില്ലെന്നുള്ളത് അറിയാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്ന ധനപരമായിട്ടുള്ള നേട്ടത്തെക്കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാൽ ആൾക്കാർ ചാടി വീഴും. കോടീശ്വര യോഗമോ അല്ലെങ്കിൽ കുറച്ച് ചിലവറിച്ച് വെച്ച് ധനമുണ്ടാകുന്ന കാര്യം പറഞ്ഞാലോ, അല്ലെ കടുക് ഉപ്പും വീട്ടിൽ വിതറി ധനമുണ്ടാകുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ആൾക്കാരങ്ങ് വിചാരിക്കും. നിങ്ങൾ ഒന്ന് വിചാരിക്കുക, നമ്മുടെ ഈ നാടിൻ്റെ വളർച്ച, അല്ലെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഈ ഉപ്പോ കടുകോ ഒന്നും കൊണ്ടൊന്നുമല്ല. ഇവിടെ വ്യാപാര വ്യവസായ വിജയമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ കൂടി നല്ല വിദ്യാഭ്യാസം നേടി ഉദ്യോഗത്തിൽ കൂടി നല്ല ശമ്പളമൊക്കെ കിട്ടി അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുമാനം ഉണ്ടാകുന്നത്, ധനവരവുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഈ ഇലയൊന്നും പറിച്ച് വീട്ടിൽ വെച്ചാലൊന്നും ഉണ്ടാകത്തില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടും ധനം കയ്യിൽ വന്നു ചേരുന്നില്ല. അപ്പോൾ ആ ഒരു വീക്ക്നെസ് മുതലെടുത്ത് മറ്റൊരാൾ പറയും നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി നിങ്ങൾക്ക് ധനനേട്ടം ഉണ്ടാകുമെന്ന് പറയും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, കടുകെടുക്കുമ്പോൾ താഴെ വീഴരുത്, താഴെ വീണാൽ വീട്ടിലെല്ലാവരും വഴക്ക് പിടിക്കും, കുടുംബ കലഹം ഉണ്ടാകും എന്നൊക്കെ പറയും. ഇപ്പം നേരെ തിരിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവർ മനുഷ്യൻ്റെ വീക്ക്നെസ്സിനെ മുതലെടുത്ത് അത് വെച്ച് പറയുന്നു. പക്ഷേ ആരുടെയും ജീവിതത്തിൽ ഒരു നേട്ടമുണ്ട്. ഒന്നുകിൽ ഈശ്വരനെ വിളിച്ച് ജീവിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, സമാധാനം സന്തോഷത്തോടും കൂടി ജീവിക്കുക. പിന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ അവർ ആ വിദ്യാഭ്യാസത്തിൽ കൂടി നല്ല വരുമാനം അവർക്കുണ്ടാകും. അത് ജീവിത പുരോഗതിക്ക് ഉപകരിക്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആണ് ധനം വന്നു ചേരുക. അല്ലാതെ ഇപ്പം മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോഴും ഈ ആടുമാഞ്ചിയം തേക്ക് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും പോയി വീഴുന്നു. അവരുടെ ധനം നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാം, ഫ്രിഡ്ജ് കൊടുക്കാം, TV കൊടുക്കാം. എത്ര കോടി അയാൾ ഉണ്ടാക്കി. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് ആ വ്യക്തിക്കറിയാം. ആ ഒരു കണ്ടൻറ്റ് വെച്ച് അദ്ദേഹവും കാശുണ്ടാക്കി. അപ്പം ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന വ്യൂവേഴ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിത് ചെയ്യുന്നത് ഈ ചാനൽ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്, ആ ഒരു ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.